പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ കൊണ്ടുപോകണം, എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം നടക്കുന്ന ഒരു ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന്, ഒരു എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും നമ്മൾ ഒരു എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഒരു എക്സാമിന് കൊണ്ടുപോകേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും എന്തായിരിക്കും കൊണ്ടുപോകേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ഓക്കെ, ഫസ്റ്റ് വേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹാൾ ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഹാൾ ടിക്കറ്റ് എന്തായാലും നിങ്ങൾ കയ്യിൽ വെക്കണം. പിന്നെ സ്റ്റുഡൻറ്റ് ID കാർഡ്, അത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതാണ് ഈ സ്റ്റുഡൻറ്റ് ID കാർഡ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ID കാർഡ് വരും. ഈ സ്റ്റുഡൻറ്റ് ID കാർഡ് നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഡിഗ്രി കഴിയുന്നത് വരെ ഈ സ്റ്റുഡൻറ്റ് ID കാർഡ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ അത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമായി, അതായത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതിന് ഒരു തെളിവ് തന്നെയാണ് ഈ സ്റ്റുഡൻറ്റ് ID കാർഡ്. അപ്പോൾ ഒരിക്കലും അത് കളയരുത്, അത് സേഫായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ID കാർഡാണ്. ആധാറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡോ അങ്ങനെ എന്തെങ്കിലും ID കാർഡോ ഒരു വാലിഡ് പ്രൂഫ് തന്നെ കയ്യിൽ വെക്കുക. പിന്നെ അതല്ലാതെ തന്നെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള, അതായത് പ്രോബ്ലം സോൾവിങ് പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അതും യൂണിവേഴ്സിറ്റി പറഞ്ഞ കാൽക്കുലേറ്റർ തന്നെ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാൽക്കുലേറ്ററും കാര്യങ്ങളും മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളതാണ്, ചില യൂണിവേഴ്സിറ്റിയൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ബുക്ക് എക്സാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചില പേപ്പറിനൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, എല്ലാ പേപ്പറിനും ഉണ്ടായിരിക്കില്ല, ചില പേപ്പറിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിൻ്റെ ഹാൻഡ് ബുക്ക് തന്നെ കയ്യിൽ വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ ടൈം ഉണ്ടാവും, എക്സാമിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ ഹാൾ ടിക്കറ്റ് എടുക്കണം, സ്റ്റുഡൻറ്റ് ID കാർഡ്, പിന്നെ ഒരു വാലിഡ് പ്രൂഫ്, കാൽക്കുലേറ്റർ, അത് യൂണിവേഴ്സിറ്റി പറയുന്ന കാൽക്കുലേറ്റർ, പിന്നെ ഓപ്പൺ ബുക്ക് എക്സാം, അത് യൂണിവേഴ്സിറ്റി തന്നെ അനുവദിച്ചിട്ടുള്ള ഹാൻഡ് ബുക്ക് തന്നെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.